അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി രണ്ട് തരത്തിലുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു കഴിഞ്ഞു. ഫീമെയിൽസിനാണെങ്കിൽ അത് 44+XX എന്നും മെയിൽസിനാണെങ്കിൽ 44+XY എന്നുമാണ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വരാം. എന്നാൽ മനുഷ്യരിൽ ഈ രണ്ട് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കൂടാതെ വേറെയും ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതാണ് 44+X0. 44+X0 എന്ന് പറയുന്ന ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കാണാറ് ഫീമെയിൽസിനാണ്. ഒരൊറ്റ എക്സ് ക്രോമസോംസ് മാത്രം കാണുന്ന ഫീമെയിൽസിനാണ് ഇത്തരത്തിലുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുക. ഇതിനെ നമ്മൾ ടേണർ സിൻഡ്രോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സാധാരണ ഫീമെയിൽസിന് 2 എക്സ് ക്രോമസോമാണ് ഉണ്ടാവുക. ഇവിടെ ഒരൊറ്റ എക്സ് ക്രോമസോംസ് മാത്രമേ ഫീമെയിൽസിന് കാണുള്ളൂ. അടുത്ത ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് 44+XXX. ഇവിടെ ഫീമെയിൽസിന് 3 എക്സ് ക്രോമസോംസ് ഉണ്ടാവും. ആൻഡ് ഇതിനെ നമ്മൾ പറയാം XXX സിൻഡ്രോം എന്നാണ് പറയാം. ഇനി അടുത്തൊരു കൈൻഡ് ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് 44+XXY. ഇവിടെ മെയിൽസിനാണ് ഇത്തരത്തിലുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കാണാറ്. അതായത് 2 എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോംസ് ഉള്ള മെയിൽസിനാണ് ഇത്തരത്തിലുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കാണുക. സാധാരണ മെയിൽസിന് ഒരു എക്സും ഒരു വൈ ക്രോമസോമും ആണ് ഉണ്ടാവുക. ഇവിടെ 2 എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോംസും ആണ് മെയിൽസിന് ഉണ്ടാവുക. ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ക്ലൈനിഫെൽറ്റർ സിൻഡ്രോം എന്നാണ് ഇത്തരത്തിലുള്ള സിൻഡ്രോമിനെ നമ്മൾ പറയപ്പെടുന്നത്. അടുത്ത ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് 44+XYY. ഇതും നമ്മൾ കാണപ്പെടുന്നത് മെയിൽസിനാണ്. ഒരു എക്സ് ക്രോമസോമും 2 വൈ ക്രോമസോംസും ഉള്ള മെയിൽസിനാണ് ഇത്തരത്തിലുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുക. ഇതിനെ നമ്മൾ XYY സിൻഡ്രോം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 44+X0, 44+XXX, മൂന്നാമത്തത് 44+XXY ആൻഡ് 44+XYY.